നമുക്ക് ആദർശിന്റെ നയനയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ? അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. അപ്പൊ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് മനസ്സിലൊരു ചോദ്യം ഉണ്ടായിരിക്കും, ഇവൾ എന്തിനാ എന്നൊന്നും വന്നിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക എന്നൊക്കെ പറയണേ. അപ്പൊ ആദ്യമായിട്ട് കയറി കാണുന്നവരുണ്ടായിരിക്കും കേട്ടോ. അപ്പൊ അവരോടാണ് പറയുന്നത്. അപ്പൊ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് ഇതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ? അങ്ങനെ നമ്മൾ കാണുന്നേ നയനെ ആദർശം കൂടെ ആ വീഡിയോ കണ്ട് ഞെട്ടിത്തെരിച്ചിരിക്കുക. കാരണം ഒരു എക്സ്ക്ലൂസീവ് ന്യൂസ് ആണ് ആ വീഡിയോസിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ആദർശിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അനന്തമൂർത്തിയുടെ കൊച്ചുമോൻ ആദർശ് ഒരു അവ്യക്ത സന്തതിയുണ്ട്, ചന്തുമോള്. അപ്പൊ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരിക്കുക. അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോ ആദർശനെ സഹിക്കാൻ പറ്റുന്നില്ല. ആദർശന് മനസ്സിലായി ഇതിന്റെ പിന്നില് നല്ല ശക്തമായ കരങ്ങളുണ്ട്. അനാമിക ഉണ്ടായിരിക്കണം. അനാമികയുടെ പിന്നിൽ അബി ഉണ്ടോ എന്ന് പോലും അവർക്ക് സംശയം. നയന് പറഞ്ഞു, അങ്ങനെ അബി ഉണ്ടെങ്കിൽ നമുക്ക് വെറുതെ വിടാൻ പാടില്ല ആദർശേട്ടാ. ആദർശന്റെ തലയിലേക്ക് കുറ്റം കെട്ടിവെച്ച് രക്ഷപ്പെടാൻ അവൻ ശ്രമിച്ചാല് അവനെ ഞാൻ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും. ഇനിയിപ്പം ആദർശന്റെ ജീവിതം തല്ലി തകർത്തിട്ട് അവൻ അങ്ങനെ സൂഹിക്കണ്ട. ഇത്രയും കാലം നമ്മള് ഈ ചെയ്യാത്ത കുറ്റം ചെയ്യാത്ത ആദർശനും ചെയ്യാത്ത ഗർഭം ആദർശേട്ടൻ ചുമന്നില്ലേ? ഇനിയിപ്പോ എന്തിനാ അതിന്റെ ആവശ്യം? അതിന്റെ ആവശ്യമില്ല. ആദർശ് പറഞ്ഞു, അല്ല അത് ഈ കുടുംബത്തിന് എത്ര വലിയ നാണക്കേട് ഉണ്ടാവും പറഞ്ഞിട്ടും കാര്യമില്ല. എന്റെ ചേച്ചി നവ്യയുടെ ജീവിതം ഓർത്തിട്ട് മാത്രമാ ഞാന് ഇതിന് കൂട്ടുവന്നെ. പക്ഷെങ്കിൽ വേണ്ട. ഇനിയിപ്പം ആദർശേട്ടനെ എന്റെ ജീവിതത്തെ ബാധിക്കുന്ന കാര്യമാണെങ്കിൽ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് എന്തിനാ? അബിക്ക് അവന്റെ ജീവിതത്തെ കുറിച്ചിട്ട് ഒരു ചിന്തയുമില്ലെങ്കിൽ നമ്മൾ അവനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കേണ്ട കാര്യമില്ല. ഇതിന്റെ പിന്നിൽ അബി ഉണ്ടെങ്കിൽ നമ്മൾ കള്ളി വെളിച്ചത്ത് കൊണ്ടുവരിക തന്നെ ചെയ്യണം. പിന്നെ അനാമിക, അവളുടെ സ്വഭാവം അറിയാലോ. അവളുടെ വൃത്തികെട്ട സ്വഭാവം ഇവിടെ വെച്ച് തന്നെ അങ്ങനെ ആയിരുന്നല്ലോ. എന്ത് ചെയ്യാൻ മടിക്കാത്തോളാ. നമ്മളെ നാണം കെടുത്താനായിട്ട് അവൾ ഇതിലപ്പുറം പോവും. അങ്ങനെയാണെങ്കിൽ തിരിച്ച് അവൾക്കിട്ട് ഒരു പണി കൊടുക്കണം. ഇത് കേട്ടപ്പോൾ ആദർശ് പറഞ്ഞു, പുറലോകം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അറിയാലോ, ഈ പറയുന്ന ന്യൂസ് ചാനൽ വരെയായിട്ട് എനിക്ക് നല്ല ബന്ധമില്ല. അതിനെക്കുറിച്ചൊക്കെ നന്നായിട്ട് അറിയാവുന്ന ആൾ അബിയാണ്. അപ്പൊ അതൊക്കെ അറിഞ്ഞിട്ട് ചെയ്യുന്ന അവനായിരിക്കണം. അനാമിക്ക് ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അറിവില്ലല്ലോ. അത് ശരിയാ. അങ്ങനെയാണെങ്കിൽ പിന്നെ നിന്ന് അവൻ കളിക്കുന്നുണ്ടായിരിക്കും. പിന്നീട് ആദർശം നയനെ ഈ വീഡിയോസുമായിട്ട് ജയന്റെ അടുത്തേക്ക് ചെല്ലുവാണ്. ജയനെ കാണിക്കുവാണ്. എല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ജയൻ പറഞ്ഞു, എനിക്ക് തോന്നുന്നുണ്ടല്ലോ നമ്മളെ മനഃപൂർവ്വം നാണം കെടുത്താൻ വേണ്ട. പോരാത്തിന് ഇപ്പൊ മൂർത്തി ജ്വല്ലറി എന്ന് പറഞ്ഞ പേരുകെട്ട ജ്വല്ലറി ആണല്ലോ. അതിന്റെ MD എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു ആകാംക്ഷയായിരിക്കും. പോരാത്തിന് ഒരു പെൺകുട്ടിയെ ചതിച്ച് അതിനകത്തൊരു കുഞ്ഞിനെ ഉണ്ടാക്കി ആ പെൺകുട്ടിയെ തളർത്തി കിടത്തിയ ആളാണ് ആദർശം എന്ന് അറിഞ്ഞുമ്പോൾ നാട്ടുകാരിത് കൊട്ടിഘോഷിക്കും. ഇതിന്റെ പേരിൽ ഒരു പക്ഷെ നമ്മുടെ ജ്വല്ലറിയിലെ ജ്വല്ലറിയെ അത് ബാധിക്കുക വരെ ചെയ്യും. ആദർശം പറഞ്ഞു, അതൊക്കെ എനിക്ക് അറിയാച്ചാ. പക്ഷെ ഇതങ്ങനെ വെറുതെ വിടാൻ പാടില്ല. ഈ ന്യൂസ് ലീക്ക് ആവുന്നതിന് മുമ്പ് നമുക്ക് ഇതിന്റെ ഉറവിടം എവിടെ നിന്ന് കണ്ടെത്തണം. ആദർശ് പറഞ്ഞു, ഒരുപക്ഷെ ഇത് ഒരു ന്യൂസ് ചാനലിന് മാത്രം ആയിരിക്കില്ല. അല്ല, ഇത് എവിടുന്നാണ് കിട്ടിയത്? ഇതിപ്പോ കിരണ അയച്ചു തന്നാ. ഒന്ന് നീ കിരണിനെ ഒന്ന് വിളിച്ചു നോക്കാൻ പറയണം. അപ്പോഴേക്കും ആദർശ് കിരണിനെ വിളിച്ചു. കിരണിനെ വിളിച്ചിട്ട് കിരണിനോട് കാര്യങ്ങൾ തിരക്കുവാണ്. അപ്പോഴാണ് കിരൺ പറഞ്ഞത്, എനിക്ക് കല്യാണം ഇട്ട് തന്നാ. ഒളിപ്പിച്ചു വെച്ച രഹസ്യങ്ങളെല്ലാം പുറത്തായാലോ ആദർശ, ഇനിയിപ്പോ എന്ത് ചെയ്യും? എന്ത് ചെയ്യാനാ? ഇനി വരുന്നിടത്ത് വെച്ച് കാണാം. കിരൺ പറഞ്ഞു, നീ ആരെയും പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കണ്ട. നീ നിന്റെ സേഫ്റ്റി മാത്രം നോക്കിയാൽ മതി. അല്ലാതെ ആ അബീനെ പോലുള്ളവനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യേണ്ട കാര്യം എന്താ? സത്യാവസ്ഥ നമുക്കറിയാം. തെളിവുകളും നമ്മുടെ കയ്യിലുണ്ട്. പിന്നെ ആ തെളിവുകൾ അങ്ങോട്ട് കൈമാറിയാൽ മാത്രം മതി. ഇനി ഇതും ചോദിച്ചോണ്ട് ആരെങ്കിലും വരുവാണെങ്കിൽ നിന്റെ കയ്യിലിരിക്കുന്ന തെളിവെടുത്ത് കൊടുക്ക്. നീ ആരെയും പ്രൊട്ടക്ട് ചെയ്ത് ഇനിയിപ്പോ രക്ഷിക്കാൻ നോക്കണ്ട ഒന്നിനെ. നീ നിന്റെ ജീവിതം മാത്രം സേഫ് ആക്കാൻ നോക്ക്. അല്ലെങ്കിൽ ചെയ്യാത്ത കുറ്റം പേറി എത്ര കാലം ഇങ്ങനെ മുന്നോട്ട് ജീവിക്കാൻ പറ്റും? ആദർശ് പറഞ്ഞു, അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ ചന്തുമോളുടെ ജീവന് വല്ല ആപത്തും ഉണ്ടാവുന്നത്. എന്താപത്തുണ്ടാവാനാ? അതിലല്ലേ നിയമവും കോടതിയൊക്കെ ഉണ്ടല്ലോ. അങ്ങനെയൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. നീ ധൈര്യമായിട്ടിരിക്കുക. ഞങ്ങളൊക്കെ നിന്റെ കൂടെ ഉണ്ട്. പിന്നെ നിന്നെ അറിയാവുന്ന ആർക്കും ഇതൊരിക്കലും വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമല്ലടാ. നിന്നെ മനഃപൂർവ്വം തേജോവധം ചെയ്യാനായിട്ട് കാട്ടിക്കൂട്ടി വിട്ടിരിക്കുന്ന. നീ പേടിക്കണ്ട എന്ന് പറഞ്ഞ് ആദർശന് ധൈര്യം കൊടുക്കുന്നുണ്ട്. പിന്നീട് നയനെ ആദർശമൊക്കെ മുത്തശ്ശനെ മുത്തശ്ശിയെ വീഡിയോസ് കാണിക്കണം. ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും മുത്തശ്ശന്റെ രക്തം തെളിച്ചു. മുത്തശ്ശന് മനസ്സിലായി ഇതിന്റെ പിന്നില് അനാമിക ഉണ്ടെന്നുള്ള കാര്യം. അവളാണ് ഇവിടുന്ന് വെല്ലുവിളിച്ച് പോയേക്കുന്നേ. മുത്തശ്ശി പറഞ്ഞു, എന്നാലും അവൾ ഇത്രയ്ക്ക് വൃത്തികെട്ടവളായിരുന്നോ? ആ സമയത്ത് ജാനകി വന്നിട്ട് പറഞ്ഞു, അവൾ എന്ത് തെറ്റിയെന്നാ പറയണേ? അവളുള്ള കാര്യമല്ലേ പറഞ്ഞത്. പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും പിന്നെ എന്റെ മോൾ അങ്ങനെയും ചെയ്യാൻ വഴിയില്ല. ആ സമയം മുത്തശ്ശി പറഞ്ഞു, നീ ഒരക്ഷരം മിണ്ടരുത് ജാനകി. നീയാണ് അവൾക്ക് വളം വെച്ചു കൊടുത്തത്. നീ കാരണമാണ് ഇപ്പഴേ സംഭവങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ജലജ പറഞ്ഞു, അതിനിപ്പോ വേറെ ആരെങ്കിലും മണത്തറിഞ്ഞാണെങ്കിലോ? അല്ല, ശരിക്കും ആദർശന്റെ കുഞ്ഞു തന്നെയല്ലേ? പിന്നെ എല്ലാരും എന്തിനാ ഭയക്കണേ? ആ സമയത്ത് മുത്തശ്ശൻ പറഞ്ഞു, ദേ കഥ അറിയാൻ നീ വെറുതെ ആട്ടം കാണുന്നൊരു ജലജെ. ഞാൻ എന്തേലും പറഞ്ഞുണ്ടല്ലോ
നീ പിന്നെ ഇവിടുന്ന് പോയ വഴി പുല്ല് പോലും കിളിക്കില്ല. എന്നെക്കൂടെ കൂടുതലൊന്നും പറയിപ്പിക്കരുത്. സഹിക്കുന്നതിനും ക്ഷമിക്കുന്നതിനും ഒരു പരിധിയുണ്ട്. നിന്റെ കർണത്തെ നീ പൊട്ടിച്ചാണ്ടല്ലോ എന്ന് പറഞ്ഞ് മുത്തശ്ശൻ കിടന്ന് ദേഷ്യപ്പെടുവാണ്. ആ സമയത്ത് ഉം, ആ, ജാനകി ദേഷ്യപ്പെട്ട അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയി. ജാനകിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അനാമികയാണ് ഇത് ചെയ്തതെന്നുള്ളത്. അവൾ ഒരിക്കലും തന്നെ അനാമിക മോൾ ഇങ്ങനെ ചെയ്യില്ലെന്നൊക്കെയാണ് വിശ്വസിച്ചുകൊണ്ടിരിക്കണേ. ഈ സമയത്ത് നയനയ്ക്കൊരു കാര്യം ഉറപ്പായിരുന്നു. അബി ഇതിന്റെ പിന്നിലുണ്ടെങ്കിൽ അവനോട് ചോദിച്ചിട്ട് തന്നെ കാര്യം. പിന്നീട് അബിയുടെ അടുത്തേക്ക് നയന ചെല്ലുവാണ്. നയന എന്നിട്ട് ഇങ്ങോട്ട് വന്നേ, എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാണ്ടെന്ന് പറയണം. അങ്ങനെ വിളിച്ചോണ്ട് അങ്ങോട്ട് പോയി. എന്താ എടുത്തേക്ക് എന്താ ചോദിക്കാനുള്ളേ? എടാ സത്യം പറ, ഈ ന്യൂസ് ചാനലിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ നീയും അനാമയും കൂടെ ചേർന്നുണ്ടാക്കിയതാണോ? ഏട്ടത്തി, ഏത് ന്യൂസ് ചാനല്? എന്ത്? ഞാനൊന്നും അറിഞ്ഞില്ലോ. ഉരുണ്ട് കളിക്കുവാണ്. ഈ സമയത്ത് നയന പറഞ്ഞു, വേണ്ട വേണ്ട, നീ കൂടുതൽ കിടന്ന് ഉരുണ്ട് കളിക്കണ്ട. നീയും കൂടെ അറിയാതെ, നിന്റെ മനസ്സറിവില്ലാതെ ഒന്നും പുറത്തു പോലും എനിക്കറിയാം. സത്യം പറ, നിനക്ക് ഇതിനകത്ത് പങ്കുണ്ടോ? അയ്യോ, ഏട്ടത്തിയാണ് സത്യം. എന്റെ അച്ഛനും അമ്മയാണ് സത്യം. ദേ എനിക്കറിയില്ല. ഇനി ചന്തുമോളാണ് സത്യം. എനിക്ക് ഇതിനകത്ത് യാതൊരു പങ്കുമില്ല. ഞാനൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് ആണയിടുവാണ് അമ്പി. ആ സമയത്ത് നയനിക്കൊരു ഇത് സന്ദേഹം വന്നു. ഇവൻ ഇങ്ങനെയൊക്കെ ആണയിട്ട് പറയുന്നുണ്ട്. ഇവനുള്ളതാണോ? പക്ഷെ പറയാൻ പറ്റില്ല. കാരണം ചന്തുമോളുടെ ഉത്തരവാദിത്തം ആദർശന്റെ തലയെ കെട്ടിവെച്ച് വലിയ വലിയ നാടകം കളിച്ചവനാ അബി. അവനെ കണ്ണടച്ച് ഒരിക്കലും വിശ്വസിച്ചുകൂടാ. അവൻ ഇതല്ല ഇതിലപ്പുറവും ചിലപ്പോൾ ചെയ്തെന്നിരിക്കും. അതുകൊണ്ട് നയനയ്ക്ക് കൂടെ വിശ്വസിക്കാൻ പറ്റില്ല. നയന പറഞ്ഞു, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ അറിയാലോ, തെളിവുകൾ സാധ്യം ഞങ്ങളുടെ കയ്യിലുണ്ട്. പിന്നെ നിനക്ക് രക്ഷപ്പെടാൻ പറ്റില്ല അബി. ഇതോടുകൂടി ഇന്ന് നിന്റെ നെഞ്ചത്ത് റീത്ത് വെക്കൂന്ന് പറയാം. നീ നോക്കിയിരുന്നോ എന്നും പറഞ്ഞിട്ട് നയന അങ്ങോട്ടേക്ക് പോയി. അബിക്കൊരു പേടിയുണ്ടായി. അപ്പോഴേക്കും നവ്യ വന്നിട്ട് ചോദിച്ചു, എന്താ അബി? നയന എന്താ ദേഷ്യപ്പെട്ട് പറയുന്നട്ടെ? ഒന്നുമില്ല. അല്ല, എന്തൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നേ? അല്ല, ആരായിരിക്കും ശരിക്കും ആദർശന്റെ കാര്യങ്ങളൊക്കെ ന്യൂസ് കൊടുത്തേ? ആ സമയത്ത് അബി പറഞ്ഞു, അത് മിക്കവാറും അനാമികയായിരിക്കും. അനാമികയുടെ തലയിലേക്ക് പഴിചാരിയെ രക്ഷപ്പെടാലോ. അല്ല, അവൾ ഇങ്ങനെയൊക്കെ ചെയ്യുവോ? അവൾ ഇവിടെ ആയിരുന്നപ്പോ തന്നെ നിനക്ക് അറിയാവുന്ന കാര്യമില്ലായിരുന്നു നബിയെ. ഈ കുടുംബത്തെ മൊത്തത്തിൽ വെല്ലുവിളിച്ചിട്ടല്ലേ അവള് പോയിരിക്കുന്നേ. അവളാ ഇതിന്റെ പിന്നില്. ഇനി കൂടുതലൊന്നും അറിയാനില്ല. അപ്പോഴേക്കും നബി പറഞ്ഞു, എന്നാലും അവള് വലിയ ചതിയല്ലേ ചെയ്തിരിക്കുന്നേ. അബി പറഞ്ഞു, അതിപ്പോ ചതിയെന്ന് പറയാൻ പറ്റുമോ? ഉള്ള കാര്യമല്ലേ. അവൾ തുറന്നു പറഞ്ഞു. അവൾക്കൊരു പിടിച്ചുവെപ്പിന് വേണ്ടിയിട്ടായിരിക്കും അവള് പറയണേ. കാരണം അവൾ ഈ കുടുംബത്തിൽ നിന്ന് ഇറക്കി വിട്ടാലും ദേഷ്യം അവൾക്കുണ്ടായിരിക്കും. അതുകൊണ്ട് അത് പ്രതികാരം തീർത്തായിരിക്കും. എന്നാലും അവൾ ഇത് ഒന്നൊന്നര പ്രതികാരമല്ലേ തീർത്തേ. ഇനി ഇതിന്റെ പേരിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പോണേ. അപ്പോഴേക്കും അബി പറഞ്ഞു, ഇനിയിപ്പം ന്യൂസ് ചാനലുകാരൊക്കെ വരുമായിരിക്കും. കാരണം അനന്തപുരിയിലെ കൊച്ചുമോൻ MD അല്ലേ, MD ആദർശന്റെ പേരിലല്ലേ വന്നിരിക്കുന്ന കേസ്. അങ്ങനെയാണെങ്കിൽ ഇത് വെറുതെ ആവാൻ പോകുന്നില്ല. മാത്രമല്ല, ഇതിനി കൂടുതൽ സംഘർഷാവസ്ഥയിലേക്ക് പോകുള്ളെന്ന് എനിക്ക് തോന്നുന്നു കണ്ടിട്ട് എന്നൊക്കെ പറയാണ്. ആ സമയം അനി എന്ത് ചെയ്തു, നന്ദുവിനെ കാണാനായിട്ട് ചെല്ലുന്നുണ്ട്. അപ്പൊ നന്ദുവിനെ വിളിക്കാനൊന്നും പറ്റില്ലാത്തതുകൊണ്ട് നന്ദുവിനെ പോലീസ് സ്റ്റേഷനിലേക്ക് കാണാൻ ചെല്ലുവാണ്. അങ്ങനെ നന്ദുവിനെ കാണാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. നന്ദുവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ അനി പറഞ്ഞു, എന്താണെന്നറിയത്തില്ല, അനാമിക ജീവിതത്തിൽ നിന്ന് പോയതിന് ശേഷം ഭയങ്കര സന്തോഷം എനിക്ക്. ഈ സമയത്ത് നന്ദി ചോദിച്ചു, നീ എന്തിനാ അനി ഇങ്ങോട്ടേക്ക് വന്നത്? അത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് നിന്നെ കാണാതിരിക്കാൻ പറ്റില്ല. നിനക്ക് മെസ്സേജ് ഒന്നും അയക്കാതിരിക്കാൻ പറ്റാത്തോണ്ടാ. എന്റെ ഫോൺ അമ്മ പിടിച്ചു വെച്ചിരിക്കൂലേ. അപ്പോഴേക്കും നന്ദി ചോദിച്ചു, അല്ല നീ ഇന്നലെ എനിക്ക് മെസ്സേജ് അയച്ചായിരുന്നല്ലോ. ഞാൻ അയച്ചില്ല. അല്ലടാ നീ അയച്ചു, ഉറങ്ങിയോന്നും ചോദിച്ചോണ്ട്. അപ്പോഴേക്കും അനി പറഞ്ഞു, എന്നാ അത് ഞാൻ അയച്ചല്ല, അമ്മയുടെ കയ്യിലെ ഫോണ്. ഒരു പക്ഷെ അമ്മ ആരെ കൊണ്ടേലും അയപ്പിച്ചാണോ? അമ്മ അങ്ങനെ അയക്കാൻ പറ്റില്ല. മിക്കവാറും അഭിയേട്ടനോ അവരാരെങ്കിലും ആയിരിക്കും ഇതിന് പിന്നില്. അല്ല നീ എന്നിട്ട് റിപ്ലൈ കൊടുത്തോ? ഞാൻ റിപ്ലൈ ഒന്നും കൊടുത്തില്ല. നന്നായി അത്. പക്ഷെ എൻ്റെ ഈ ഫോണില്ല, നിന്നോട് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു. നീ അത് മറന്നോന്ന് ചോദിക്കാം. പെട്ടെന്നാണ് നന്ദു അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന പോലും. ആ സമയത്ത് അനി പറഞ്ഞു, ഞാൻ പുതിയൊരു ഫോണ് സിമ്മും എടുക്കുന്നുണ്ട്, അതിനകത്തൊന്ന് ഞാൻ വിളിച്ചോളാം. ഇനിയിപ്പോൾ എൻ്റെ ഫോണിൽ നിന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ നീ ഒരു കാരണവശാലും കോൾ എടുക്കരുത്. നിന്നെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ അമ്മയും അല്ലെങ്കിൽ അപ്പച്ചി എല്ലാവരും കൂടി ചേർന്ന് ചെയ്യുന്നതായിരിക്കും. ആ സമയത്ത് നന്ദു പറഞ്ഞു, എടാ നീ എന്നെ വിളിക്കേണ്ട കാര്യമൊന്നുമില്ല, അറിയാലോ. നീ ഇനിങ്ങനെ വിളിക്കുകയും ചെയ്യരുത്. പിന്നെ സ്റ്റേഷനിലേക്ക് ഇങ്ങനെ അടിക്കടി കയറി വരികയും ചെയ്യരുത്. അത് കേട്ടപ്പം അനു പറഞ്ഞു, അല്ല നന്ദു, നിന്നെ വിളിക്കാൻ വേറെ മാർഗ്ഗമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നേ. ഇനിയിപ്പം ഞാൻ ഇങ്ങോട്ടേക്ക് വന്ന് നിന്നെ ശല്യം ചെയ്യത്തില്ല. കാര്യം പറഞ്ഞ് നന്ദുവിന് ഇഷ്ടം അനി വരുന്നത്. അനിയെ കാണുമ്പോൾ ഒരു സന്തോഷ സമാധാനമുണ്ട്. പക്ഷെ എപ്പോഴും അടിക്കടി എസ്ഐയെ കാണാനായിട്ട് ഇങ്ങനെ കാമുകം വരുവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് പ്രശ്നമാകും. ഒന്നുമില്ലേ പോലും നാട്ടുകാർ പറഞ്ഞുണ്ടാക്കും. അപ്പൊ പിന്നെ എന്തേലും ഉണ്ടെങ്കിൽ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ നന്ദു അനിയോട് പറഞ്ഞു, ഇനി നീ ഇവിടെ നിൽക്കേണ്ട, പോയിക്കളം പറയണം. അങ്ങനെ അനി അങ്ങോട്ട് ഇറങ്ങി വേണ്ട സമയത്ത് നന്ദുവും കൂടെ അങ്ങോട്ട് ഇറങ്ങി വന്നു. അപ്പോഴാണ് മേലുദ്യോഗസ്ഥ CI അങ്ങോട്ടേക്ക് വരുന്നത്. പെട്ടെന്ന് അനിയെ നോക്കിയിട്ട് അനി അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോയി. CI അങ്ങോട്ട് കയറി വരുമ്പോഴത്തേനും നന്ദു അത് സല്യൂട്ട് കൊടുക്കുകയാണ്.
അപ്പൊ അദ്ദേഹം എന്താണ് ഒരു മുന്നറിയിപ്പ് ഇല്ലാതെ വന്നേ എന്നൊരു ചിന്ത നന്ദുവിന്റെ മനസ്സിലേക്കും വരുന്നുണ്ട്. ഇനിയിപ്പോ എന്തൊക്കെ പ്രശ്നങ്ങളോ ഉണ്ടാകാൻ പോകുന്ന അറിയത്തില്ല. ഒരു പക്ഷേ ഇനിയിപ്പം ആ, അനാബി കൊടുത്ത എക്സ്ക്ലൂസീവ് ന്യൂസ് കണ്ടിട്ട് ഇനി അതിനെക്കുറിച്ച് അന്വേഷിക്കാനായിട്ട് അറിയാനായിട്ടും വരുന്നതെന്ന് അറിയത്തില്ല. അങ്ങനെയാണെങ്കിൽ അതിന്റെ ചുമതല ചിലപ്പം നന്ദുവിനെ ആയിരിക്കും ഏൽപ്പിക്കുന്നത്. നന്ദു അടങ്ങിയിരിക്കില്ല. അതിന്റെ എല്ലാ കാര്യകാരണ സഹിതം കണ്ടുപിടിക്കുകയും ചെയ്യും ഇതിന്റെ പിന്നിൽ ആരാ എന്താന്നൊക്കെ. അത് മാത്രല്ല, മൂർത്തി മുത്തശ്ശൻ വെറുതെ ഇരിക്കുവോ? മുത്തശ്ശനും നയനെ തെളിവ് സഹിതം കാണിച്ചു കൊടുക്കും. ഇനിയിപ്പോ അവർക്കൊന്നും നോക്കേണ്ട കാര്യമില്ല. ഇനിയിപ്പം മറ്റുള്ളവരുടെ ജീവിതം നോക്കിയിരുന്ന സ്വന്തം ജീവിതം താറുമാറായി പോകുന്നുള്ള കാര്യം നയനയ്ക്ക് മനസ്സിലാവും. അപ്പൊ അതിന്റെ വിശേഷങ്ങളാ കാണുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.